എല്ലാവരെയും വളരെയധികം വേദനിപ്പിക്കുന്ന ഓരോ വാർത്തകൾ നമ്മൾ ദിനംപ്രതി ഇങ്ങനെ കേൾക്കുകയാണ്. ഇപ്പോൾ തന്നെ മിഥുൻ എന്ന് പറഞ്ഞ ആ കൊച്ചിനുണ്ടായ ഒരു ദുരനുഭവം, അതിൻ്റെ അമ്മ എവിടെയോ വെളിയിലൊക്കെ പോയി വർക്ക് ചെയ്യുക എന്നാണ് പറയുന്നത് കേട്ടത്. അവരുടെ വീടൊക്കെ കണ്ടിട്ട് വളരെയധികം വിഷമം തോന്നുകയാണ്. എന്തുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്ത് അധികൃതർ മുൻകൈ എടുത്ത് ഇവിടെ വീടില്ലാത്ത ജനങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നില്ല? ദയവ് ചെയ്ത് നിങ്ങളുടെ പൈസ, നമുക്ക് കിട്ടുന്ന ഫണ്ട് പാവങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് ഇനിയെങ്കിലും ഞങ്ങൾ പറയുകയാണ്. കൊച്ചു കുട്ടികളൊക്കെ വളരെയധികം വിഷമിച്ചാണ് ഇങ്ങനെയുള്ള വീടുകളിലൊക്കെ വസിക്കുന്നത്. ഗവൺമെൻറ് തലത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ഒരുമാതിരി വീടുകൾ വെച്ച് കൊടുക്കണമെന്ന് നമ്മൾ ദയവായി അപേക്ഷിക്കുകയാണ്. പഞ്ചായത്ത് അധികൃതർ വന്നിട്ട് ഓരോ വീട്ടിലും കയറി എന്താണ് വീട്ടിലെ അവസ്ഥകൾ, എന്താണ്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അവർക്ക് വീടുകളുണ്ടോ, കക്കൂസുകളുണ്ടോ, എല്ലാം വെള്ളം കിട്ടുന്നുണ്ടോ, എല്ലാം അവർ ചെക്ക് ചെയ്യേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ കുട്ടിക്കുണ്ടായ ഈ ദുരനുഭവം എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അതായത് സ്കൂളിൽ വെച്ചുണ്ടായ ഒരു പ്രശ്നമാണിത്. സ്കൂൾ അധികൃതരുടെ അനാസ്ഥയാണെന്ന് വേണം നമുക്ക് ഒരു തരത്തിൽ പറയുവാൻ. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളോട് നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ കുട്ടികളും അനുസരിക്കാൻ തയ്യാറാകാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പരമാവധി ആ കുട്ടികൾക്കും നല്ലൊരു അവയർനെസ് കൊടുക്കുക. നമ്മുടെ സ്കൂളിൻ്റെ പരിസരത്ത് എന്തെങ്കിലും ഇതുപോലെ അപകടകരമായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കൂളിൽ അനൗൺസ് ചെയ്ത് കുട്ടികളെ ആ ഒരു കാര്യം ഓർമ്മിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. മഴക്കാലം വരുമ്പോഴും കാറ്റ് വരുമ്പോഴും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയമായതിനാൽ, പ്രത്യേകിച്ച് ഈ നമ്മുടെ വൈദ്യുത കമ്പിയൊക്കെ, ലൈൻ കമ്പികളൊക്കെ പോകുന്ന റൂട്ടിൽ മഴ പെയ്ത് വെള്ളം കിടക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ബോധവൽക്കരണം കൊടുക്കണം. കുട്ടികൾ പുസ്തകം മാത്രം പഠിക്കുകയല്ല ചെയ്യേണ്ടത്, അവർക്ക് നല്ല ചുറ്റുപാടുമുള്ള നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ ഗവൺമെൻറ് ഭാഗത്തു നിന്ന്, അതായത് നല്ല ഉത്തരവാദിത്വത്തോടെ ചെക്ക് ചെയ്യണം. ഇപ്പോഴത്തെ വൈദ്യുത ബോർഡിലുള്ള ജീവനക്കാരൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, ഇവർ കറക്റ്റായിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതെല്ലാം പഞ്ചായത്തൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ KSEBക്കാരോട് ഇവർ കംപ്ലയിൻറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ KSEBക്കാർ പറഞ്ഞു എന്തോ കേബിൾ എന്തോ ചെയ്യാൻ വരുമ്പോഴത്തേക്കും ഇത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. പക്ഷേ ഇവരെന്തുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു വലിയ റിസ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നില്ല? അവിടെ കൊച്ചുങ്ങൾ കയറുകയോ കയറാതിരിക്കും, പക്ഷേ ഒരു റിസ്ക് ഉള്ള സംഭവം എന്തിനും മാറ്റിവെക്കുന്നു. എന്തെങ്കിലും റിസ്ക് ഉണ്ടെന്ന് കഴിഞ്ഞാൽ ഉടനടി നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മുടെ നാട്ടിൽ ഇനിയെങ്കിലും പ്രിക്കോഷൻസ് എടുക്കണം നമ്മൾ. അപ്പോൾ KSEBക്കാരുടെ അനാസ്ഥ കാരണം ഇപ്പോൾ ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ ജീവൻ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ആ കുഞ്ഞിൻ്റെ അമ്മ എന്ന് പറഞ്ഞ വീട് വെക്കാൻ വേണ്ടി എവിടെയോ പോയി ജോലി ചെയ്യുന്നു. ഗൾഫ് രാജ്യത്താണെന്ന് പറയുന്നു. ഇപ്പോൾ തുർക്കിയിലേക്ക് പോയെന്നാണ് കേട്ടത്. അവരുടെ കഷ്ടപ്പാട് കണ്ടോ? കുട്ടികളെല്ലാം ഇട്ടിട്ട് അവർ ജോലിക്ക് പോകുകയാണ്. ദയവ് ചെയ്ത് ഇതുങ്ങൾക്കൊക്കെ ഒരു 2-3 റൂമും വെച്ച് നല്ലൊരു വീട് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കൂ. അവരെ ഒന്ന് സംരക്ഷിക്കുക വളരെ ആവശ്യമാണ്. ഈ കുട്ടിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോൾ മാത്രമാണ് അധികൃതർ ഉണർന്നെണ്ണീറ്റത്. സ്കൂളുകളുടെ അനാസ്ഥയാണെന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയേണ്ടി വരും. സ്കൂളുകൾ ഇനിഷ്യേറ്റീവ് എടുത്ത KSEBക്കാരെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കണം. അവർ വന്നില്ലെങ്കിൽ നമ്മൾ 1, 2, 10 തവണ വിളിച്ചിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കണം. ഇതൊന്നും ഇവിടെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള വാസ്തവം തന്നെയാണ്. എത്ര കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും കാര്യമില്ല എന്നതും സത്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഭാഗത്തൊരു ന്യായം ഉണ്ടാകണമായിരുന്നു. സ്കൂൾ അധികൃതരും പ്രിൻസിപ്പളും എല്ലാവരും തന്നെ പരിസ്ഥിതികൾ ചുറ്റും നോക്കണം. എന്തെങ്കിലും മരങ്ങൾ അവിടെ വീഴാനുണ്ടോ, എന്തെങ്കിലും അപകട സാധ്യത വരാനുണ്ടോ? കുട്ടികളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് മഴയും കാറ്റുമുള്ള സമയത്തെ അതുപോലെ ശ്രദ്ധിക്കണം. സ്കൂളിൻ്റെ പരിസരം, അവിടെ നിൽക്കുന്ന എല്ലാ വൃക്ഷങ്ങളും നമ്മൾ വെട്ടി മാറ്റണം. കാറ്റും മഴയൊക്കെ വരുമ്പോഴേക്കും മരങ്ങളൊക്കെ വീഴാതിരിക്കാൻ വേണ്ടി ചുറ്റുമുള്ള എല്ലാ മരങ്ങളും തൽക്കാലം നമ്മൾ വെട്ടി മാറ്റിയേ പറ്റൂ. ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വലിയ വലിയ മരങ്ങൾ, വൻ മരങ്ങൾ നിൽക്കുകയാണ്. ഇതൊക്കെ ഇനിയിപ്പം നമുക്ക് അതിൻ്റെ ആവശ്യം, നമുക്ക് ജീവൻ സംരക്ഷിക്കണം. അതുകൊണ്ട് നമുക്ക് ഒരുപാട് അപകടകരമായി നിൽക്കുന്ന എല്ലാ മരങ്ങളും ഒന്ന് വെട്ടി മാറ്റേണ്ടത് ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. തീർച്ചയായിട്ടും KSEBക്കാർ ഇനിയെങ്കിലും നിങ്ങൾക്ക് അനാസ്ഥ സംഭവിച്ചിരിക്കുകയാണ്. അത് ഭയങ്കര അനാസ്ഥയാണ് നിങ്ങൾ കാണിച്ചേക്കുന്നത്. ഇതിന് നിങ്ങൾക്കൊരു പരിഹരിക്കാൻ ഇനി ഒരിക്കലും പറ്റത്തില്ല. ഗവൺമെൻറ് എത്ര വീട് വെച്ച് കൊടുത്താലും, എത്ര രൂപ നിങ്ങൾ കൊടുത്താലും നിങ്ങൾക്ക് ഈ പ്രശ്നം ഒരിക്കലും പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വാസ്തവം നിങ്ങൾ തിരിച്ചറിയുക.